നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 24 ന്യൂസ് ചാനൽ എന്തിനു വേണ്ടിയായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമിനെ ഇറക്കി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തത്? എല്ലാവരെയും ചാനലിന് മുന്നിൽ കൊണ്ടിരുത്താൻ 24ന് കഴിഞ്ഞു. മറ്റാർക്കും കിട്ടാത്ത ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിരുന്നല്ലോ 24ന് കിട്ടിയത്. മറ്റെല്ലാ ചാനലുകളുമായിട്ടും ഇടഞ്ഞു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനെ ഒന്നും രാഹുലിന് കണ്ടുകൂടാ. അത്തരത്തിൽ 24ന് തന്നെ ആ ഒരു ഇന്റർവ്യൂ കിട്ടിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടവും ഹാഷ്മിയും സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് വെളുപ്പിക്കാൻ ഹാഷ്മി തയ്യാറാകുമോ? ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 24ന് ഇതിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതായത് രാഹുലിൻ്റെ ഇൻ്റർവ്യൂ കിട്ടിയതിൽ ഒരു അജണ്ട കൃത്യമായി അവർക്കുണ്ടായിരുന്നു. 24 ന്യൂസ് ചാനൽ നടത്തിയ അഭിമുഖമാണ് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവം. ഹാഷ്മിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുകയും എന്നാൽ തൊട്ടിപ്പുറത്ത് ഹാഷ്മിയെ പിന്തുണച്ച ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ഹാഷ്മി ആയിരുന്നു രാഹുലിനെ അഭിമുഖം ചെയ്തത്. ഇത് തന്നെയാണ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചതും. രാഹുലിനെ അധികം ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യങ്ങൾ ഹാഷ്മി ചോദിച്ചു. രാഹുലിന് സ്വയം വെളുപ്പിക്കാനുള്ള അവസരം ഇട്ടുകൊടുത്തു എന്നൊക്കെയായിരുന്നു വലിയ വിമർശനങ്ങൾ വന്നത്. രാഹുലിന് അഭിമുഖത്തിന് ഒരു അവസരം കൊടുത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. അത് ഒരു എക്സ്ക്ലൂസീവ് കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഹാഷ്മിയുടെ സുഹൃത്തിനെ ഒന്ന് സംരക്ഷിക്കുന്നതിനോ വെളുപ്പിക്കുന്നതിനോ വേണ്ടിയുമല്ല. അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ബിഗ് ടിവിയുടെ വരവിന് പിന്നാലെയുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിനിടെ റേറ്റിംഗിൽ പിടിച്ചു നിൽക്കാനുള്ള 24 ന്യൂസ് ചാനലിൻ്റെ അവസാന തന്ത്രങ്ങളിലൊന്നായിരുന്നു ഈ അഭിമുഖമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ അഭിമുഖം ചാനലിൻ്റെ റേറ്റിംഗ് ഉയർത്തിയോ? അതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ 24ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. എന്താണ് കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിൽ സംഭവിച്ചത്? വിശദമായി തന്നെ നമുക്കതൊന്ന് പരിശോധിക്കണം. റേറ്റിംഗിൽ 2ാം സ്ഥാനക്കാരായിരുന്ന 24 ന്യൂസിന് റിപ്പോർട്ടർ ചാനലിൻ്റെ വരവോടെയാണ് കാലിടറിയത്. റിപ്പോർട്ടറിന്റെ കുതിപ്പിൽ കിതച്ച 24 കഴിഞ്ഞ കുറെ നാളുകളായി 3ാം സ്ഥാനത്ത് തുടരുകയാണ്. അതിൽ നിന്ന് അന്ന് അനങ്ങാൻ ഇവർക്ക് പറ്റിയിട്ടുമില്ല. ഇതിനിടയിലാണ് ഇടുത്തി പോലെ ഒരു മത്സരം ഘടിപ്പിക്കാൻ ഉറപ്പിച്ച് ബിഗ് ടിവിയുടെ വരവ്. ബിഗ് ടിവി വന്നത് ഒരു 1.5 വരവായി പോയി. വൻപൻ മുൻനിരക്കാർക്ക് പോലും ഒന്ന് പതറിയിട്ടുണ്ട് ബിഗ് ടിവിയുടെ വരവോടുകൂടി. മുൻപ് 24നൊപ്പം റിപ്പോർട്ടർ ചാനലിലും വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുന്നതിൽ തന്ത്രം മെനഞ്ഞ അതേ അനിൽ അയിരൂരാണ് ബിഗ് ടിവിക്ക് പിന്നിൽ. ഇതിനോടകം തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകരിൽ പലരും 24 വിട്ട് ബിഗ് ടിവിയിലേക്ക് ചേക്കേറിയിട്ടുമുണ്ട്. ഇതോടെ റേറ്റിംഗിൽ വലിയ തിരിച്ചടിയാണ് 24 നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ചുവരവിനുള്ള തീവ്ര ശ്രമങ്ങൾക്കിടെയായിരുന്നു 24 രാഹുലുമായുള്ള അഭിമുഖം പുറത്തുവിടുന്നത്. എന്നാൽ അഭിമുഖത്തിനിടെ വലിയ വിഭാഗം ആളുകൾ രംഗത്തെത്തി. അതിജീവിതയ്ക്കൊപ്പം എന്ന് ആവർത്തിച്ചു പറഞ്ഞ ചാനലും അവതാരകനും വേട്ടക്കാരനെ ന്യായീകരിക്കാനുള്ള അവസരമാണ് ഒരുക്കിയത് എന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. കുറ്റവാളികളുടെ അഭിമുഖം എടുക്കാം, എന്നാൽ അതൊരിക്കലും ഇത്തരത്തിൽ കുറ്റകൃത്യത്തെ ആകെ വെളുപ്പിക്കുന്ന തരത്തിലായി പോകരുതെന്നും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഈ അഭിമുഖത്തിനും കാര്യമായ ചലനങ്ങൾ ചാനലിന്റെ റേറ്റിംഗിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് 4ാം ആഴ്ചയിലെ ബാർക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. റേറ്റിംഗിൽ ഇപ്പോഴും 3ാം സ്ഥാനത്ത് തന്നെയാണ് 24. 50 പോയിന്റാണ് ചാനലിനുള്ളത്. 3ാം ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 പോയിന്റുകളുടെ വ്യത്യാസം. റേറ്റിംഗിൽ ഈ ആഴ്ചയും 1ാം സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. 96 പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് സ്വന്തമാക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച 93 പോയിന്റായിരുന്നു. സുജയ പാർവതി അടക്കമുള്ളവർ പോയെങ്കിലും ഇക്കുറിയും റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗിൽ വലിയ ഇടിവുണ്ടായിട്ടില്ല. ചാനലിന് തന്നെയാണ് 2ാം സ്ഥാനം. 81 പോയിന്റുകളാണ് ചാനൽ നേടിയത്. കഴിഞ്ഞ ആഴ്ചയേക്കാൾ 2 പോയിന്റുകൾ അധികമായി നേടാൻ സാധിച്ചു. ഇത്തവണത്തെ റേറ്റിംഗിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് മാതൃഭൂമി ന്യൂസാണ്. കഴിഞ്ഞ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ചാനൽ ഇക്കുറി 6ാമതാണ്. ന്യൂസ് മലയാളമാണ് മാതൃഭൂമിയെ വീഴ്ത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ന്യൂസ് മലയാളം തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തിയത്. ഇരു ചാനലുകൾക്കും 30 പോയിന്റുകളാണ് ലഭിച്ചത്. 4ാം സ്ഥാനം ഇക്കുറിയും മനോരമ ന്യൂസിനാണ്, 38 പോയിന്റ്. 26 പോയിന്റുകളുമായി ജനൻ TV 7ാം സ്ഥാനം നിലനിർത്തി. കൈരളി ന്യൂസും ന്യൂസ് 80 കേരളയുമാണ് 8ഉം 9ഉം സ്ഥാനങ്ങളിൽ. യഥാക്രമം 19, 10 പോയിന്റുകളാണ് ചാനലുകൾ നേടിയത്. അതായത് ഇപ്പോൾ ഈ ബിഗ് ടിവിയുടെ കൂടി ഒരു വരവോടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയൊരു മത്സരത്തിലേക്ക് കടക്കുകയാണ്.
ഏഷ്യാനെറ്റിനെ വീഴ്ത്തി മുന്നിലേക്ക് കുതിക്കാനാണ് റിപ്പോർട്ടർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവർ കാണിക്കാത്ത പേക്കൂത്തുകളില്ല, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതും കഴിഞ്ഞ് 24-ന്റെ ആവശ്യം 2ാം സ്ഥാനത്തേക്ക് എത്തുക, പിന്നെ 1ാം സ്ഥാനത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുക. കഴിയുമോ എന്നറിയില്ല, എങ്കിലും അവർ അവരുടെ പരമാവധി ശ്രമിക്കുകയാണ്. റിപ്പോർട്ടറിനെ താഴത്തേക്കിറക്കി 2ാം സ്ഥാനത്തേക്ക് കയറാനുള്ള വ്യഗ്രതയാണ് ഇപ്പോൾ 24-നുള്ളത്. അവിടെയാണ് അവർ എക്സ്ക്ലൂസീവായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇൻ്റർവ്യൂ കൊണ്ട് ഇടുന്നത്. വലിയ ഒരു പരസ്യവും അതിന് കൊടുത്തിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം നമ്മളെപ്പോഴും കാണുന്ന ഒരു ഹാഷ്മിയെ അല്ല ഈ ഒരു ഇൻ്റർവ്യൂവിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഹാഷ്മിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ രാഹുലിൻ്റെ ഭാഗം പറഞ്ഞുകൂടെ എന്ന്. അയാൾക്ക് അയാളുടെ ഭാഗം കൃത്യമായി പറയാം. അയാൾ തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അയാൾ തെറ്റുകാരനല്ലയോ എന്നൊക്കെയുള്ള കാര്യം. അവനും സംസാരിക്കാൻ സ്പേസ് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ രാഹുൽ അതിനിടയിൽ സ്വയം വെളുപ്പിക്കാനുള്ള നീക്കവും നടത്തി എന്നുള്ളതാണ് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം. അതാണ് ഞാൻ തുറന്നു പറയുന്നത്. ഇത് പറയുമ്പോൾ ദഹിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും, രാഹുൽ അനുകൂലികളൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ വ്യൂ പോയിൻ്റാണ് പറയുന്നത്. അതിനിടയിൽ പലതരത്തിലാണ് രാഹുൽ സ്വയം വെളുപ്പിക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തിയത്. അയാൾ തെറ്റുകാരനാണെന്ന് ഞാനിപ്പോഴും പറയും. കാരണം ധാർമ്മികമായി അയാൾ തെറ്റുകാരനാണ്, അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അയാൾ ഒരു സാധാരണക്കാരനൊന്നുമല്ല, അയാൾ ഒരു ജനപ്രതിനിധിയാണ്. ഒരു ജനപ്രതിനിധിക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റികളുണ്ട്. നമ്മളെപ്പോഴും ഉമ്മൻചാണ്ടിയെയും VS-നെയും ഒക്കെ വിലയിരുത്തുമ്പോൾ പറയുന്ന അവരുടെ വ്യക്തി ജീവിതത്തെയും വ്യക്തി സ്വഭാവത്തെക്കുറിച്ചുമൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി സ്വഭാവം പറയാൻ നമുക്ക് രാഹുലിൻ്റെ കാര്യത്തിലില്ല. അതുതന്നെയാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യവും. കാരണം മുൻപ് അയാൾ ഒരു നല്ല നേതാവായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറയുന്ന CPM-ൻ്റെ ഭാഗത്ത് മുകേഷും P ശശിയും PK ശശിയും ഒക്കെ ഇല്ലേ, അവർക്ക് ധാർമ്മികത വേണ്ടേ എന്നൊക്കെ. അവർക്ക് ധാർമ്മികതയില്ല, തൊലിക്കട്ടി കൂടുതലായതുകൊണ്ട് അധികാര കസേരയിൽ കടിച്ചു പിടിച്ച് കിടക്കുന്നു. ഈ പറയുന്ന മുകേഷിനെയൊക്കെ MLA കസേരയിൽ നിന്ന് താഴെ ഇറക്കേണ്ടത് ആരായിരുന്നു? ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്നു. പക്ഷേ അന്ന് പ്രതിപക്ഷം കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല. ഇവിടെ ഒരു പ്രതിപക്ഷമില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇത്തരം കാര്യങ്ങളിലാണ്. സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ശക്തമായി പ്രതിഷേധങ്ങളുമായി ഈ കോൺഗ്രസ് രംഗത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു ദിവസം പോലും ഈ പറയുന്ന മുകേഷിനെ നിയമസഭയിൽ ഇരുത്തേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അത് നിങ്ങളുടെ കഴിവുകേടാണ്. അതിനെയും നമ്മൾ തുറന്നടിച്ചു പറയും. ഇവിടെ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ബിഗ് ടിവിയുടെ ഒരു വരവോടുകൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ മത്സരം കടുക്കും. ഇവിടെ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലായിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നത്. അതിനിടയിൽ സത്യാവസ്ഥകൾ പലപ്പോഴും മുങ്ങിപ്പോകും. സത്യങ്ങൾ പറയാൻ ചാനലുകൾ മറന്നുപോകും. എല്ലാവർക്കും ബ്രേക്കിംഗ് ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് അത് പുറത്തേക്ക് വിടാനുള്ള ഒരു മത്സരമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അതിനിടയിൽ സത്യങ്ങൾ പുറത്തേക്ക് വരാൻ വൈകും. അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത്, ചാനലുകളിൽ വരുന്ന വാർത്തകൾ മുഴുവൻ നിങ്ങൾ അപ്പാടെ വിഴുങ്ങാൻ നിൽക്കരുത്. സത്യാവസ്ഥകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിനിടയിൽ സത്യങ്ങൾ മുങ്ങിപ്പോകാതെ സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ മാധ്യമങ്ങൾ നിൽക്കണം എന്നുകൂടിയാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.